ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ബോൾസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിനെയും ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിനെയും കുറിച്ചൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ക്ലാസ്സിൽ ബോൾസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന സീറോ സ്പിന്നുള്ള ഫോട്ടോൺസിൻ്റെ പറ്റിയായിരുന്നു നമ്മൾ പഠിച്ചത്. അതിൽ തന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചായിരുന്നു രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോൺസിനെ കുറിച്ചാണ്, ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ്, മെറ്റൽസിലെ ഫ്രീ ഇലക്ട്രോണിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അവയുടെ സ്പിന്ന് ഹാഫ് ആണെന്നറിയാം. അപ്പോൾ ഹാഫ് ഇൻ്റർവൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസ്, ക്വാണ്ടം പാർട്ടിക്കിൾസ് ഒബേ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്നറിയാം. സോ ഇലക്ട്രോൺസ് ആർ ഫെർമിയോൺസ് ആൻഡ് ദേ ആർ ഒബേയിങ് ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ, ഒരു മെറ്റലിൽ ഫ്രീ ഇലക്ട്രോണിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഹാവിങ് എനർജി എപ്സിലോൺ, എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എപ്സിലോൺ ഇൻറ്റു എഫ് എപ്സിലോൺ ആയിരിക്കും. ആ ജി എപ്സിലോൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്നറിയാം. എഫ് എപ്സിലോൺ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെന്നറിയാം. അപ്പോൾ ഇവിടെ ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവ ഒബേ ചെയ്യുന്നത്. സോ ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നമുക്ക് സബ്സ്ക്രിപ്റ്റ് എഫ് ഡി എന്ന് വേണമെങ്കിൽ എഴുതി പ്രസന്റ് ചെയ്യാം. സോ എഫ് ഡി എപ്സിലോൺ എന്ന് പറയുന്നത് 1/e⁻α പ്ലസ് എപ്സിലോൺ ബൈ kT പ്ലസ് 1 ആണ്. അത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് ഇക്വേഷൻ 2 in equation 1, ഐ ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് n എപ്സിലോൺ d എപ്സിലോൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു g എപ്സിലോൺ d എപ്സിലോൺ ഡിവൈഡഡ് ബൈ e⁻α പ്ലസ് എപ്സിലോൺ ബൈ kT പ്ലസ് 1. അപ്പോൾ അതിലാദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, അതായത് ജി എപ്സിലോൺ ഡി എപ്സിലോൺ. ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മൊമെന്റം സ്ക്വയർ ബൈ 2m, അല്ലെങ്കിൽ എപ്സിലോൺ എന്ന് പറയുന്നത് പി സ്ക്വയർ ബൈ 2m ആണെന്ന് പറയാം. അപ്പോൾ അതായത് പി എന്ന് പറയുന്ന മൊമെന്റം ഉള്ള സ്റ്റേറ്റ്സ് തന്നെയായിരിക്കും എപ്സിലോൺ എന്ന് പറയുന്ന എനർജി ഉള്ള സ്റ്റേറ്റ്സ്. സോ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ എനർജി എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ, ജി എപ്സിലോൺ ഡി എപ്സിലോൺ എന്ന് പറയുന്നതും നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഹാവിംഗ് മൊമെന്റം ഇൻ ബിറ്റ്വീൻ പി ആൻഡ് പി പ്ലസ് ഡി പി, ജി പി ഡി പി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അത് പണ്ട് പല ക്ലാസ്സുകളും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. സോ വി ക്യാൻ റൈറ്റ് ജി എപ്സിലോൺ ഡി എപ്സിലോൺ അസ് ജി പി ഡി പി. അപ്പോൾ ജി പി ഡി പി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻ സ്പേസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് വൺ സെൽ. അപ്പോൾ ഇവിടെ ഒരു സെല്ലിന്റെ വോളിയം എന്ന് പറയുന്നത് മിനിമം, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടുത്തെ പാർട്ടിക്കിളിന് ഒരു സെല്ലിനുള്ള മിനിമം വോളിയം എന്ന് പറയുന്നത് h³ ആണ്. അപ്പോൾ അവിടെ നമുക്ക് h³ എന്ന് എഴുതാം. പിന്നെ വോളിയം ഓഫ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് പൊസിഷൻ സ്പേസ് ഇൻറ്റു വോളിയം ഓഫ് മൊമെന്റം സ്പേസ് ആണ്. വോളിയം ഓഫ് വോളിയം ഓഫ് പൊസിഷൻ സ്പേസ് നമ്മൾ v എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. വോളിയം ഓഫ് മൊമെന്റം സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ചെയ്തതുപോലെ തന്നെ p എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ വരച്ച് അതിൻ്റെ മുകളിൽ ഡി പി എന്ന് പറയുന്ന റേഡിയസ് ഉള്ള തിക്നെസ് ഉള്ള ചെറിയൊരു ഷെല്ല് വരച്ച് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നു. അതെന്ന് പറയുന്നത് 4p p² dp ആണ്. സോ ഫ്രം ദർ വി ക്യാൻ റൈറ്റ് ദാറ്റ് ജി പി ഡി പി ഈക്വൽ ടു v 4π p² dp ഡിവൈഡഡ് ബൈ h³. പക്ഷെ ഇവിടെ ഇലക്ട്രോൺസിന്റെ കേസിൽ അപ്പോൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ഈക്വൽ ടു v 4p p² dp ഡിവൈഡ് ബൈ h³. പക്ഷേ ഇലക്ട്രോൺസിന്റെ കേസിൽ നിങ്ങൾക്കറിയാം രണ്ട് സ്പിൻ അതിന് അവൈലബിൾ ആണ്, അപ്പ് സ്പിന്നും ഡൗൺ സ്പിന്നും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ രണ്ട് എനർജി സ്റ്റേറ്റ് ഉണ്ടെന്ന് പറയാം, ഒരു അപ്പ് സ്പിൻ സ്റ്റേറ്റും ഒരു ഡൗൺ സ്പിൻ സ്റ്റേറ്റും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിന് നമുക്ക് ആ ഇക്വേഷൻ 4ന് നമുക്ക് ഡബിൾ ആണ്, അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഹാവിംഗ് മൊമെന്റം ഇൻ ബിറ്റ്വീൻ പി ആൻഡ് പി പ്ലസ് ഡി പി, ജി പി ഡി പി എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു v 8π p² dp ഡിവൈഡ് ബൈ h³. അപ്പോൾ ജി എപ്സിലോൺ ഡി എപ്സിലോൺ അല്ലെങ്കിൽ ജി പി ഡി പി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ അവിടെ എഴുതി ഇക്വേഷൻ നമ്പർ 5. പക്ഷേ ഞാൻ അതിനെ മൊമെന്റം ടൈംസിൽ നിന്ന് ഐ ആം ട്രൈങ് ടു റൈറ്റ് ഇൻ എനർജി ടൈംസ്. അപ്പോൾ p² എന്നുള്ളതിനെ നമ്മൾ 2m എപ്സിലോൺ എന്ന് എഴുതാം. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി വിൽ ഗെറ്റ് പി ഡി പി ഈക്വൽ ടു 2m ഡി എപ്സിലോൺ എന്നൊക്കെ നമുക്ക് കിട്ടി. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ഡി പി എന്ന് പറയുന്നത് നമുക്ക് m ഡി എപ്സിലോൺ ഡിവൈഡ് ബൈ √2m എപ്സിലോൺ എന്ന് എഴുതാം. ആ രണ്ട് ഇക്വേഷൻസും ഇക്വേഷൻ 5ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ജി എപ്സിലോൺ ഡി എപ്സിലോൺ ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി പി ഡി പി, ദാറ്റ് ഈസ് ഈക്വൽ ടു 8√2π m⁻³ എപ്സിലോൺ⁻½ v d എപ്സിലോൺ ബൈ h³ എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ ദ എനർജി എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ എന്ന് നമുക്ക് എഴുതാം. ഇക്വേഷൻ 4നെ ഞാൻ ഒന്നും കൂടി എഴുതി. ബട്ട് വി നോ വാട്ട് ഈസ് n എപ്സിലോൺ ഡി എപ്സിലോൺ, അതായത് നമ്പർ ഓഫ് particles having energy in between epsilon and epsilon plus d epsilon. അതെന്ന് പറയുന്നത്
നമ്മൾ എഴുതി ഇക്വേഷൻ 3 അത് ഞാൻ ഒന്നും കൂടി എഴുതിയെന്നുള്ളൂ. ജി എപ്സിലോൺ ഡി എപ്സിലോൺ ഡിവൈഡ് ബൈ ഇ റൈസ് ടു ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ കെ ടി പ്ലസ് 1. അപ്പോൾ അവിടെ ജി എപ്സിലോൺ ഡി എപ്സിലോണിൻ്റെ വാല്യൂ ഇക്വേഷൻ 6 ഞാൻ ഇക്വേഷൻ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഐ വിൽ ഗെറ്റ് എൻ എപ്സിലോൺ ഡി എപ്സിലോൺ ഈസ് ഈക്വൽ ടു 8√2 പൈ എം റൈസ് ടു 3/2 എപ്സിലോൺ റൈസ് ടു ഹാഫ് വി ഡി എപ്സിലോൺ ഡിവൈഡഡ് ബൈ എച്ച് ക്യൂബ് ഇൻറ്റു ഇ റൈസ് ടു ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ കെ ടി പ്ലസ് 1. ലെറ്റ് ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 7. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ ടൈമാണ് ഫെർമി എനർജി എന്ന് പറയുന്ന സാധനം. അതെന്താണെന്ന് പറയാം. തൽക്കാലം ഞാൻ ഇക്വേഷൻ 7ൽ ആൽഫ എന്ന് പറയുന്നതിന് മൈനസ് എപ്സിലോൺ എഫ് ഡിവൈഡഡ് ബൈ കെ ടി എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഒന്നും കൂടി പറയുന്നു, എപ്സിലോൺ എഫ് അല്ലെങ്കിൽ ഫെർമി എനർജി എന്ന് പറയുന്നതിന് ഐ ആം ഗിവിങ് എ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ ഇൻറ്റു കെ ടി. ആ എപ്സിലോൺ എഫ് ഫെർമി എനർജി എന്താണെന്ന് നമുക്ക് ഇതുവഴി ഇത് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഐ ആം റൈറ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതായത് ഇക്വേഷൻ 2 ഞാൻ എഴുതുകയാണ്. എഫ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 ഇ റൈസ് ടു ആൽഫ പ്ലസ് എപ്സിലോൺ കെ ടി പ്ലസ് 1. അതാണ് ഇക്വേഷൻ 2. അതാണ് നമ്മുടെ കയ്യിലുള്ള ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതിൽ ആൽഫ എന്ന് പറയുന്നതിന് ഞാൻ എന്ത് വാല്യൂ കൊടുക്കുന്നത്, ഐ ആം അസ്യൂമിങ് ദാറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ എഫ് ഡിവൈഡഡ് ബൈ കെ ടി. അതല്ലെങ്കിൽ ദ ഫെർമി എനർജി എപ്സിലോൺ എഫ് ഈക്വൽ ടു മൈനസ് ആൽഫ കെ ടി. ആ മൈനസ് ആൽഫ കെ ടി എന്ന് പറയുന്ന ആ ടേമിനെയാണ് നമ്മൾ ഫെർമി എനർജി എന്ന് പറയുന്നത്. ദാറ്റ് എപ്സിലോൺ എഫ് ദാറ്റ് ഇസ് ഫെർമി എനർജി. എന്തുകൊണ്ടാണ് ആ ഫെർമി എനർജി എന്ന് പറയുന്നതെന്ന് നമുക്ക് മെല്ലെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ആ ആൽഫ എന്ന് പറയുന്ന സ്ഥാനത്ത് വി നോ വാട്ട് ഈസ് ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് എപ്സിലോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇ റൈസ് ടു ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ കെ ടി പ്ലസ് 1 ആണ്. അപ്പോൾ അവിടെ ആൽഫ എന്നുള്ളതിന് പകരം നമ്മൾ മൈനസ് എപ്സിലോൺ എഫ് ഡിവൈഡഡ് ബൈ കെ ടി എന്ന് കൊടുക്കുന്നു. ദെൻ ഐ ക്യാൻ റൈറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആസ് 1 ഇ റൈസ് ടു എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ഐ ബൈ കെ ടി പ്ലസ് 1. അതാണ് നമുക്ക് കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതായത് ഇ റൈസ് ടു ആൽഫ എന്ന് പറയുന്ന ടേമിനെ അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്ന ടേമിനെ ഞാൻ ഫെർമി എനർജിയുടെ ടേംസിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ഐ ക്യാൻ റൈറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ദാറ്റ് ഫെർമി എനർജി. എഫ് ഓഫ് എഫ് ഡി എപ്സിലോൺ ഈക്വൽ ടു 1 ഇ റൈസ് ടു എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ബൈ കെ ടി പ്ലസ് 1. ഇനി ഞാനൊരു കാര്യം നോക്കുകയാണ്. പാർട്ടിക്കിളിൻ്റെ എനർജി എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ എഫ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടുക? എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ എഫ് ആണ്. അപ്പോൾ എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് 0 ആണ്. അതായത് ദാറ്റ് എഫ് ഡി എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഇ റൈസ് ടു 0 പ്ലസ് 1 ആയിരിക്കും. ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. 1/1 പ്ലസ് 1 ആണ്. അതാണ് ഹാഫ് ആണ്, അല്ലേ? അതായത് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ എപ്സിലോൺ എഫ് ആണെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും എന്ന് പറയാം. ഇനി അബ്സല്യൂട്ട് 0 അതായത് ടി ഈക്വൽ ടു 0 കെൽവിനിൽ നമുക്ക് പാർട്ടിക്കിൾസിനെ പറ്റി ഒന്ന് പഠിച്ചു നോക്കാം. അതായത് ഐ ആം അസ്യൂമിങ് ദാറ്റ് എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ എഫിനേക്കാൾ കുറവാണെന്ന് ഞാനങ്ങ് അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്തായിരിക്കും വരിക? എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് എന്ന് വെച്ചാൽ എന്താ? എപ്സിലോൺ എഫിനേക്കാൾ ചെറുതാണ്. സോ എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് എപ്പോഴും എന്തായിരിക്കും? ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ആൻഡ് ബൈ കെ ടി എവിടെയുണ്ട്? ടി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 1/0 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ബൈ കെ ടി എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. കാരണം എന്താ? 1/t ഈക്വൽ ടു 0 അതായത് ഇൻഫിനിറ്റിയിലേക്ക് പോയി. പക്ഷേ എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ് അവിടെ, സിൻസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എപ്സിലോൺ എഫ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എഫ് ഡി എപ്സിലോൺ എന്ന് പറയുന്നതിന് നമുക്ക് 1 ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാം. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ 0 ആണ്. സോ ഐ ക്യാൻ റൈറ്റ് 1/0 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1, ഇസ്ന്റ് ഇറ്റ്? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അറ്റ് 0 കെൽവിൻ എന്താണ് എനർജി ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫെർമി എനർജിയേക്കാൾ കുറവാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇവിടെ മാക്സിമം കിട്ടുന്ന വാല്യൂ എന്തായിരിക്കണം? ഈ ഫെർമി ഡിറാക്സ് ഡിസ്ട്രിബ്യൂഷനിൽ 1 ആയിരിക്കും. കാരണം ഒരു സ്റ്റേറ്റിൽ ആകെ മാക്സിമം ഒരു പാർട്ടിക്കിൾ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തതും കൂടി പറഞ്ഞിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം.
ഈ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ 0 കെൽവിനിൽ തൽക്കാലം എപ്സിലോൺ എഫിനേക്കാൾ കൂടുതലാണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എപ്സിലോൺ എഫിനേക്കാൾ കൂടുതലാണെങ്കിൽ എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് എന്താണ്? ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. 1/t ഉണ്ട്. 1/t ഇവിടെ 0 ആയതുകൊണ്ട് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് മൈനസ് ബൈ കെ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ഇൻഫിനിറ്റി ആയിരിക്കും. കാരണം എന്താ? 1/t ഇൻഫിനിറ്റി ആണ്. എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. സിൻസ് എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എപ്സിലോൺ എഫ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? 1/e⁻⁻1 ആണ്. e⁻⁻⁻ എന്ന് വെച്ചാൽ എന്താ? ഇൻഫിനിറ്റി ആണ്. ദാറ്റ്സ് അനദർ ഇൻഫിനിറ്റി. സോ 1/∞+1. ഇൻഫിനിറ്റി+1 എന്ന് വെച്ചാൽ വീണ്ടും ഇൻഫിനിറ്റി. 1/∞ എന്ന് വെച്ചാൽ എന്താ? 0 ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ടി 0 കെൽവിൻ ആണെങ്കിൽ എപ്സിലോൺ എഫിനേക്കാളും അല്ലെങ്കിൽ ഫെർമി എനർജിയേക്കാൾ കൂടുതൽ എനർജിയുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ 0 ആണ്. അതുപോലെ തന്നെ 0 കെൽവിനിൽ എനർജി ഓഫ് പാർട്ടിക്കിൾ എപ്സിലോൺ എഫിനേക്കാൾ അല്ലെങ്കിൽ ഫെർമി എനർജിയേക്കാൾ കുറവാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്? 1 ആണ്. മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് ഉണ്ടാകാവുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ പറയാൻ പറ്റുക? 0 കെൽവിനിൽ ഒരു പാർട്ടിക്കിളിന് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണ് അല്ലെങ്കിൽ ഒരു ഫെർമിയോണ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണ് ഉണ്ടാകുന്ന മാക്സിമം എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർമി എനർജിയാണ്. കാരണം എന്താ? എപ്സിലോൺ എഫിനേക്കാൾ കൂടുതലുള്ള പാർട്ടിക്കിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ 0 ആണ്. അതായത് പാർട്ടിക്കിൾസ് ഇല്ല. അതിനേക്കാളും താഴെയാണെങ്കിലോ പാർട്ടിക്കിൾ 1 ആണ്. അതായത് എന്താ? ആ പാർട്ടിക്കിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ 1 ആണ്. എന്ന് വെച്ചാൽ എന്താ? ആ മാക്സിമം ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരാവുന്ന വാല്യൂ 1 ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ പാർട്ടിക്കിൾ ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ എന്താണ്? എല്ലാ സ്റ്റേറ്റും ഫിൽഡ് ആണ് എന്നാണ്. അതായത് എന്താ? എപ്സിലോൺ എഫ് എന്ന് പറയുന്ന ഫെർമി എനർജി വരെയുള്ള എല്ലാ സ്റ്റേറ്റുകളും 0 കെൽവിനിൽ ഫിൽഡ് ആണ് എന്ന് പറയാം. 0 കെൽവിനിൽ എപ്സിലോൺ എഫിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഫെർമി എനർജിയേക്കാൾ കൂടുതൽ എനർജിയുള്ള സ്റ്റേറ്റുകളിൽ ഒന്നും ഇലക്ട്രോൺ ഉണ്ടാകില്ല എന്ന് പറയാം. കാരണം എന്താ? ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ എഫ് എപ്സിലോൺ ഈക്വൽ ടു 0. അപ്പോൾ ഫെർമി എനർജിയെ നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ്? 0 കെൽവിനിൽ ഒരു ഇലക്ട്രോണിന് ഉണ്ടാകാവുന്ന മാക്സിമം എനർജിയാണ് ഫെർമി എനർജി എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് പറയാൻ പറ്റുക? 0 കെൽവിനിൽ എല്ലാ സ്റ്റേറ്റുകളും ഫിൽഡാണ്. ഏതുവരെ? എപ്സിലോൺ എഫ് എന്ന് പറയുന്ന എനർജിയുള്ള വരെയുള്ള സ്റ്റേറ്റുകൾ ഫിൽഡാണ്. അതിന് അപ്പുറത്തേക്കുള്ള എനർജി സ്റ്റേറ്റുകൾ അൺഫിൽഡ് ആണെന്ന് പറയാം. സോ വാട്ട് ഈസ് ഫെർമി എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ മാക്സിമം എനർജി ഓഫ് എൻ ഇലക്ട്രോൺ അറ്റ് 0 കെൽവിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ ഫെർമി എനർജിക്ക് നമ്മളൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണ്. എക്സ്പ്രഷൻ ഫോർ ഫെർമി എനർജി. ഫെർമി എനർജി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അറ്റ് 0 കെൽവിൻ മാക്സിമം എനർജി പോസിബിൾ ഫോർ ഇലക്ട്രോൺ ഈസ് ഫെർമി എനർജി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. കാരണം എല്ലാ സ്റ്റേറ്റ്സും ഫിൽഡ് ആണ്. എല്ലാ സ്റ്റേറ്റ്സിലും ഓരോ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സും 0 കെൽവിൻ ഒന്ന് തന്നെയാണ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ടോട്ടൽ നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് n ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു എപ്സിലോൺ എഫ് g എപ്സിലോൺ d എപ്സിലോൺ ആണെന്ന് പറയാം. ദാറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ഇവിടെ എല്ലാ സ്റ്റേറ്റ്സിലും ഓരോ ഇലക്ട്രോൺ ആണ് ഉള്ളത്. കാരണം എന്താണ്? ടെമ്പറേച്ചർ 0 കെൽവിൻ ആണ്. അപ്പോൾ ഫെർമി എനർജി ലെവൽ വരെയുള്ള എല്ലാ ലെവൽസും ഫിൽഡ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഓരോ എനർജി സ്റ്റേറ്റിലും ഓരോ ഇലക്ട്രോൺ ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ആണ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അറ്റ് 0 കെൽവിൻ നമുക്ക് പറയാം. അപ്പോൾ ഞാനത് g എപ്സിലോൺ d എപ്സിലോൺ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ആ ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ 6 ആണ്. ആ ഇക്വേഷൻ 6 ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. a⁻√2 π m⁻³ എപ്സിലോൺ ½ d എപ്സിലോൺ ഡിവൈഡ് ബൈ h³. അപ്പോൾ അതിൽ കോൺസ്റ്റന്റ് ടൈമിനെയൊക്കെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. a⁻√2 π m⁻³ v by h³. ഐ ഹാഡ് ടേക്കൺ ഇറ്റ് ഔട്ട് സൈഡ് ദ ഇൻ്റഗ്രേഷൻ സൈൻ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു 0 ടു എപ്സിലോൺ എഫ് എപ്സിലോൺ ½ d എപ്സിലോൺ. അപ്പോൾ എപ്സിലോൺ ½ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ⁻³ ഡിവൈഡ് ബൈ 3/2 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് അറിയാം. 0 കെൽവിനിൽ മാക്സിമം എനർജി എന്ന് പറയുന്നത് എപ്സിലോൺ എഫ് ആണ്. മിനിമം എനർജി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് എപ്സിലോൺ എഫും കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് 0യും കൊടുക്കുന്നു. ദെൻ വി വിൽ ഗെറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഓൺ സോൾവിങ് ഇറ്റ് വി വിൽ ഗെറ്റ് n ഈക്വൽ ടു 16√2 π
m raised to 3 by 2 v divided by 3h cube into epsilon f raised to 3 by 2. നമ്മളിൽ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഫെർമി എനർജി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എപ്സിലോൺ എഫ് റേസ് ടു 3 by 2 ഒരു സ്ഥലത്ത് നിർത്തുന്നു, ബാക്കിയെല്ലാം മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ദെൻ വി വിൽ ഗെറ്റ് എപ്സിലോൺ എഫ് റേസ് ടു 3 by 2 ഈക്വൽ ടു 3n h cube ഡിവൈഡഡ് ബൈ 16 റൂട്ട് 2 പൈ m റേസ് ടു 3 by 2 ഇൻറ്റു വി എന്ന് നമുക്ക് കിട്ടുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ട എപ്സിലോൺ എഫ് ആണ്. അപ്പോൾ എപ്സിലോൺ എഫ് കണ്ടുപിടിക്കണം. എപ്സിലോൺ എഫ് റേസ് ടു 3 by 2 ആണ് നമുക്ക് കിട്ടിയത്. സോ എപ്സിലോൺ എഫ് എന്ന് പറയുന്നത് ദാറ്റ് ക്വാണ്ടിറ്റി റേസ് ടു 2 by 3 ആണ്. അപ്പോൾ അങ്ങനെ ദാറ്റ് 3n h cube ഡിവൈഡ് ബൈ 16 റൂട്ട് 2 പൈ m റേസ് ടു 3 by 2 വി ഓൾ റേസ് ടു 2 by 3 ആണ് അവിടെ എപ്സിലോൺ എഫ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് h cube ഓൾ റേസ് ടു 2 by 3 എന്ന് പറയുന്നത് h square ആയിരിക്കും. പിന്നെ താഴെ m റേസ് ടു 3 by 2 ഉണ്ട്. m റേസ് ടു 3 by 2 ഓൾ റേസ് ടു 2 by 3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക m ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ 3n റേസ് ടു 2 by 3 എന്ന് കിട്ടും. പിന്നെ ബാക്കി പൈ ഉണ്ട്, വി ഉണ്ട്, അതും റേസ് ടു 3 by 2 കിട്ടും. പിന്നെ 6 റൂട്ട് 2 ഉള്ളത് കൊണ്ട് 6 റൂട്ട് 2 ഓൾ റേസ് ടു 2 by 3 എന്ന് പറയുന്നത് 2 ഇൻറ്റു 8 പൈ റേസ് ടു 2 by 3 ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് എപ്സിലോൺ എഫ് as h square by 2m ഇൻറ്റു 3n by 8 പൈ വി റേസ് ടു 2 by 3. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഫെർമി എനർജി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഫെർമി എനർജി എന്താണ്, വാട്ട് യു മീൻ ബൈ ഫെർമി എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ഫെർമി എനർജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താ, ഇറ്റ് ഈസ് ദ മാക്സിമം എനർജി പോസിബിൾ ഫോർ എൻ ഇലക്ട്രോൺ അറ്റ് 0 Kelvin. പക്ഷേ ആ ഫെർമി എനർജി എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ ആൽഫ എന്ന് പറയുന്നത് മൈനസ് എപ്സിലോൺ എഫ് ഡിവൈഡഡ് ബൈ കെ ടി എന്ന് പറയുന്ന ടൈമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ എപ്സിലോൺ എഫ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ടി ഈക്വൽ ടു 0 Kelvin ഇഫ് എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ എഫ് എഫ് ഓഫ് എപ്സിലോൺ 1 ആണ്, അല്ലെങ്കിൽ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ എഫ് ആണെങ്കിൽ അത് 0 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതിൽ ഇനി ഒരു ടൈമും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ 7 നമ്മളടുത്തുണ്ട്. അതായത് എൻ എപ്സിലോൺ ഡി എപ്സിലോൺ, അതായത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഹാവിങ് എനർജി ഇൻ ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ. ആ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി എടുത്തെഴുതുന്നു. 8 റൂട്ട് 2 പൈ m റേസ് ടു 3 by 2 എപ്സിലോൺ റേസ് ടു ഹാഫ് വി ഡി ഇ ഡിവൈഡഡ് ബൈ h ക്യൂബ് ഇ റേസ് ടു ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ കെ ടി പ്ലസ് 1 എന്ന് എഴുതുന്നു. അതിൽ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് എപ്സിലോൺ എഫ് ബൈ കെ ടി ആണെന്നറിയാം. അതുപോലെ തന്നെ 8 റൂട്ട് 2 പൈ m റേസ് ടു 3 by 2 എന്ന് പറയുന്ന അതിനെ നമ്മൾ എപ്സിലോൺ എഫിൻ്റെ ടൈമിൽ എഴുതുന്നു. അത് നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഫെർമി എനർജിയുടെ ടൈംസിൽ 3 by 2n എപ്സിലോൺ എഫ് റേസ് ടു മൈനസ് 3 by 2 എപ്സിലോൺ റേസ് ടു ഹാഫ് ഡി എപ്സിലോൺ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ബൈ കെ ടി പ്ലസ് 1 എന്നത്. അത് സിമ്പിളാണ്. അതായത് നിങ്ങൾ തൊട്ട് മുകളിലുള്ള ഇക്വേഷൻ നോക്കുക. 8 റൂട്ട് 2 പൈ m റേസ് ടു 3 by 2 ഡിവൈഡഡ് ബൈ h ക്യൂബ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്, വി ക്യാൻ റെപ്രസെൻറ്റ് അതെന്ന് പറയുന്നത് 3 by 2 n ഇൻറ്റു എപ്സിലോൺ എഫ് റേസ് ടു മൈനസ് 3 by 2 ആയിരിക്കും. തൊട്ട് മുകളിലത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടും കൂടി കമ്പയർ ചെയ്താൽ മനസ്സിലാവും. എപ്സിലോൺ എഫ് റേസ് ടു 3 by 2 എന്ന് പറയുന്ന ഇക്വേഷനും ഇക്വേഷൻ 7 തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ യു ക്യാൻ എക്സ്പ്രസ് ദാറ്റ് ഇൻ ടൈപ്സ് ഓഫ് എപ്സിലോൺ എഫ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് n എപ്സിലോൺ ഡി എപ്സിലോൺ, അതായത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഓർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് എനർജി ഇൻ ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് എഴുതാം. 3 by 2 n എപ്സിലോൺ എഫ് റേസ് ടു മൈനസ് 3 by 2 എപ്സിലോൺ റേസ് ടു ഹാഫ് ഇൻറ്റു ഡി എപ്സിലോൺ ഡിവൈഡ് ബൈ ഇ റേസ് ടു എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ബൈ കെ ടി പ്ലസ് 1 നമുക്ക് എഴുതാം. ഇനി നമ്മളൊരു കാര്യം കൂടി കണ്ടുപിടിക്കാൻ പോവാണ്. 0 Kelvinൽ അല്ലെങ്കിൽ അബ്സലൂട്ട് സീറോയിൽ ഇലക്ട്രോൺസിലുള്ള മാക്സിമം എനർജി എപ്സിലോൺ എഫ് ആണെന്ന് നമുക്ക് മനസ്സിലായി. മിനിമം എനർജി നമുക്ക് എന്താണെന്ന് മനസ്സിലായി, 0 ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വി നീഡ് ടു ഫൈൻഡ് ദ ആവറേജ് എനർജി അറ്റ് അബ്സലൂട്ട് സീറോ. ആവറേജ് എനർജി ഓഫ് ഇലക്ട്രോൺ അറ്റ് അബ്സലൂട്ട് സീറോ നമുക്ക് കണ്ടുപിടിക്കണം. മിനിമം എനർജി 0 ആണ്, മാക്സിമം എനർജി എപ്സിലോൺ എഫ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ എനർജി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക, ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ ഒരെണ്ണത്തിൻ്റെ എനർജി ഇൻറ്റു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയാൽ അത്രയും എപ്സിലോൺ എന്ന് പറയുന്ന എനർജി ഉള്ള പാർട്ടിക്കിൾസിന് ടോട്ടൽ എനർജി കിട്ടും. പക്ഷേ നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെ കണ്ടുപിടിക്കണം, 0 മുതൽ എപ്സിലോൺ എഫ് വരെയുള്ള എനർജിയുള്ള എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഗോയിങ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ് ഫ്രം 0 ടു എപ്സിലോൺ എഫ് എപ്സിലോൺ ഇൻറ്റു എൻ എപ്സിലോൺ ഡി എപ്സിലോൺ. അപ്പോൾ നമുക്ക് എൻ എപ്സിലോൺ ഡി എപ്സിലോൺ ഇവിടെ ഫെർമി എനർജിയുടെ ടൈമിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്കലി ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എൻ എപ്സിലോൺ ഡി എപ്സിലോൺ എന്നുള്ളതിനെ നമ്മൾ 3 by 2 n ഇൻറ്റു എപ്സിലോൺ എഫ് റേസ് ടു മൈനസ് 3 by 2 എപ്സിലോൺ റേസ് ടു ഹാഫ് ഡി എപ്സിലോൺ ഇ റേസ് ടു എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ബൈ കെ ടി പ്ലസ് 1, അതായത് ഇക്വേഷൻ 10. അതിനെ ഞാനിവിടെ ഇങ്ങോട്ട് എഴുതി. അപ്പോൾ നമ്മൾ അറിയാം നമ്മളിവിടെ എടുക്കുന്നത് 0 Kelvin ആണ്. അപ്പോൾ 0 Kelvin എന്ന് പറയുമ്പോൾ എന്താണ്, T 0 ആണ്. അപ്പോൾ 1 by T എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയി.
പക്ഷേ ഈ 0 കെൽവിനിൽ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് എന്താ, എപ്സിലോൺ എഫ് ആണ്. അല്ലെങ്കിൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്, എപ്സിലോൺ എഫിനേക്കാൾ കുറവാണ്. എപ്സിലോൺ എഫോ എപ്സിലോൺ എഫിനേക്കാൾ കൂടുതലുള്ള എനർജി ഉണ്ടാവില്ല. അപ്പോൾ എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ 1/KT. ടി എന്ന് പറയുന്നത് 0 ആവുകൊണ്ട് 1/T ഇൻഫിനിറ്റി ആയി. അപ്പോൾ നമുക്കത് കിട്ടിയ ഒരു നെഗറ്റീവ് ഇൻഫിനിറ്റിയാണ്. സോ അറ്റ് 0 കെൽവിൻ വി ക്യാൻ റൈറ്റ് എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ബൈ KT എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആണ്. അത് 0 ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ടൈമിൽ എപ്സിലോണിൻ്റെ ടൈം 0 ആയി. അപ്പോൾ 0 + 1 എന്തായി, 1 ആയി. അപ്പോൾ ന്യൂമറേറ്ററിൽ 1 ആയി. അപ്പോൾ വേറെ ഒന്നുമില്ല, എളുപ്പമായി. അപ്പോൾ ബാക്കി മുകളിലുള്ളതിനെ ഞാൻ എഴുതുന്നു. ഇക്വേഷൻ 11ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എപ്സിലോൺ ഇൻറ്റു എൻ എപ്സിലോൺ ഡി എപ്സിലോണിന് പകരം നമുക്ക് 3/2 എൻ എപ്സിലോൺ എഫ് റേസ് ടു മൈനസ് 3/2 എപ്സിലോൺ റേസ് ടു ഹാഫ് ഡി എപ്സിലോൺ എന്ന് എഴുതാം. അതിൽ കോൺസ്റ്റന്റ് ടൈംസ് ആയ 3/2ഉം എന്നും എപ്സിലോൺ എഫ് റേസ് ടു മൈനസ് 3/2 ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി എപ്സിലോൺ ഉണ്ട്, എപ്സിലോൺ റേസ് ടു ഹാഫ് ഉണ്ട്. 2 മൾട്ടിപ്ലൈ ചെയ്ത് എപ്സിലോൺ റേസ് ടു 3/2 കിട്ടും. ദെൻ വി ആർ ഗോയിങ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ് 0 ടു എപ്സിലോൺ എഫ് എപ്സിലോൺ റേസ് ടു 3/2 ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എപ്സിലോൺ റേസ് ടു 3/2നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി നോ ദാറ്റ് വിൽ ബി എപ്സിലോൺ റേസ് ടു 5/2 ഡിവൈഡ് ബൈ 5/2 ആണ്. അപ്പോൾ ആ എപ്സിലോണിന് നമുക്ക് കിട്ടാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എപ്സിലോൺ എഫ് ആണ്. സോ മിനിമം വാല്യൂ 0 ആണ്. ആൻഡ് ഐ ആം അപ്ലൈയിങ് ദാറ്റ് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് എപ്സിലോൺ എഫും ലോവർ ലിമിറ്റ് 0യും കൊടുക്കുമ്പോൾ ദെൻ ദാറ്റ് ഇൻ്റഗ്രൽ വിൽ ബി എപ്സിലോൺ എഫ് റേസ് ടു 5/2 ഡിവൈഡ് ബൈ 5/2. സോ ദ ഇക്വേഷൻ E0 ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് 0 കെൽവിൻ എന്ന് പറയുന്നത് 3/2 എൻ എപ്സിലോൺ എഫ് റേസ് ടു മൈനസ് 3/2 ഇൻറ്റു എപ്സിലോൺ എഫ് റേസ് ടു 5/2 ഡിവൈഡ് ബൈ 5/2 ആണ്. അപ്പോൾ അവിടെ മുകളിൽ ഒരു 3/2 ഉണ്ട്, ഇവിടെ താഴെ ഒരു 5/2 ഉണ്ട്. അപ്പോൾ നമുക്കവിടെ കിട്ടുക 3/5 ആയിരിക്കും. പിന്നെ എപ്സിലോൺ എഫ് റേസ് ടു മൈനസ് 3/2 ഉണ്ട്, എപ്സിലോൺ റേസ് ടു എഫ് റേസ് ടു 5/2 ഉണ്ട്. രണ്ടും ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എപ്സിലോൺ എഫ് ആയിരിക്കും. അതായത് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ. അതായത് ഇവിടെ എപ്സിലോൺ എഫ് റേസ് ടു മൈനസ് 3/2 പ്ലസ് 5/2 മൈനസ് 3/2 പ്ലസ് 5/2 എന്ന് വെച്ചാൽ 2/2, അതായത് 1, അതായത് എപ്സിലോൺ എഫ്. So we will get total energy E0 is equal to 3/5 into n into epsilon f. That is equation 11. ഇത് ടോട്ടൽ എനർജി ആണ്. അപ്പോൾ ടോട്ടൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട്, n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ആവറേജ് എനർജി. അപ്പോൾ ആവറേജ് എനർജി എന്ന് വെച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ n. അപ്പോൾ E0 ബൈ n എന്ന് നമുക്ക് കിട്ടുമ്പോൾ അതിൽ ആ ഇക്വേഷൻ ലെവലിനെ n കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് ആവറേജ് എനർജി E0 ബൈ n as 3/5 epsilon f. So it is the average energy of electron at absolute 0. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വളരെ കുറച്ച് കാര്യമേ പഠിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോണിനെ പറ്റിയാണ് പഠിച്ചത്. ഫ്രീ ഇലക്ട്രോൺസ് ഇൻ മെറ്റലിൽ നമ്മൾ പഠിച്ച കാര്യം, ഒന്ന് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫെർമിയോൺസ് ആണ്. ഇപ്പോൾ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഒബേ ചെയ്യുന്നത്. പിന്നെ മറ്റൊരെണ്ണം നമ്മളതിൽ പഠിച്ചത് എന്താണ്, ഫെർമി എനർജി എന്താണെന്ന് പഠിച്ചു. മാക്സിമം എനർജി പോസിബിൾ ഫോർ ഇലക്ട്രോൺ അറ്റ് 0 കെൽവിൻ. പിന്നെ ഫെർമി എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി കണ്ടുപിടിച്ചു, ആവറേജ് എനർജി ഓഫ് ഇലക്ട്രോൺ അറ്റ് അബ്സല്യൂട്ട് 0. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.